ആലപ്പുഴ ബീച്ചിലാണ്. അവിടെ കാർണിവൽ നടക്കുവാണ്. എന്നാ ഒന്ന് കണ്ടേക്കാമെന്ന് വിചാരിച്ചു. തൊട്ടിയാട്ടവും മരണക്കിണറും അക്വേറിയവും ഒക്കെ ഉണ്ട്. ടിക്കറ്റ് എടുത്ത് അകത്തോട്ട് കയറിക്കഴിഞ്ഞാൽ നമ്മളെ സ്വാഗതം ചെയ്യുന്നത് റോബോട്ട്സാണ്. പല ടൈപ്പിലെ റോബോട്ട്സ് അവിടെയുണ്ട്. നമ്മളെ അഭിവാദനം ചെയ്തും നമുക്ക് ഷെയ്ക്ക് ഹാൻഡ് തന്നും നമ്മളെ അതിശയിപ്പിച്ചു കൊണ്ടിരിക്കും റോബോട്ട്സ്. ആൾക്കാരെല്ലാം കൗതുകത്തോടു കൂടി റോബോട്ടിൻ്റെ അടുത്ത് കൂടിയിരിക്കുകയാണ്. അതിനനുസരിച്ച് റോബോട്ട് അവരെ രസിപ്പിക്കുന്നുമുണ്ട്. ക്രിസ്മസ് വേഷധാരിയായ അടുത്തൊരു റോബോട്ടാണ് ഇരിക്കുന്നത്. ആള് ഗൗരവത്തോടു കൂടി നമ്മളെ നോക്കുന്നുണ്ട്. എന്തൊക്കെയോ ആക്ഷൻസും നമുക്ക് തരുന്നുണ്ട്. പക്ഷെ ഒന്നും അങ്ങനെ മനസ്സിലാകുന്നില്ല എന്താണ് പുള്ളി ഉദ്ദേശിക്കുന്നതെന്ന്. കുറച്ച് നമ്മളെ ആടിയും പാടിയൊക്കെ കാണിച്ചതിന് ശേഷം പുള്ളി പുറകോട്ട് വലിഞ്ഞു. അതുകൂടാതെ ഹോട്ടൽസിലൊക്കെ സർവീസ് ബോയ് ആയിട്ട് ഉപയോഗിക്കാവുന്ന റോബോട്ടും അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അകത്തോട്ട് കയറിയപ്പോൾ അതാ നിൽക്കുന്നു കോറിഡോറിലൊരുത്തൻ. അവൻ അവിടെ നിന്ന് ആൾക്കാരെ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുകയും അതുപോലെ തന്നെ നമസ്കാരം പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവനെ കണ്ട് കുറച്ചു നേരം നിന്നു. നമസ്കാരമൊക്കെ പറഞ്ഞു. ഓക്കെ ശരി എന്നാൽ. ഒരു ഷെയ്ക്ക് ഹാൻഡ് തന്നു. പൊക്കോളാൻ പറഞ്ഞു. ഇനി ഇവിടെ നിൽക്കണ്ട. പിന്നെ അങ്ങോട്ട് ഒരു അന്റാർട്ടിക്കയുടെ ഫീലിംഗ് തരുന്ന രീതിയിലുള്ള കലാരൂപങ്ങളായിരുന്നു. മഞ്ഞിനകത്ത് നിൽക്കുന്ന പെൻഗ്വിനെയും ഹിമക്കരടിയെയും അതുപോലെ തന്നെ പർവ്വതങ്ങളും മലഞ്ചെരുവുകളും ഗ്രീനറിയും ഗ്രീൻ ഹൗസും ഒക്കെ അവർ മോഡലായിട്ട് നിർമ്മിച്ച് അവിടെ ലൈറ്റിങ്ങും ഒക്കെ കൊടുത്ത് നല്ല കളർഫുള്ളായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ബെൽജിയം ഫ്ലവേഴ്സിൻ്റെ ഒരു മോഡലും അവിടെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടു കഴിഞ്ഞാൽ ബെൽജിയത്തിൽ ചെന്ന ഒരു ഫീൽ കിട്ടുന്നതായിരുന്നു ആ മോഡൽ. പിന്നെ അങ്ങോട്ട് അക്വേറിയം ടണലാണ്. നല്ല കളർഫുള്ളായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. നമ്മളുടെ തലയ്ക്ക് മുകളിൽ കൂടെ മത്സ്യങ്ങൾ ഇങ്ങനെ നീന്തി തുടിച്ച് നടക്കുന്നത് കാണാൻ നല്ല രസമുണ്ട്. വിവിധ തരത്തിലുള്ള മത്സ്യങ്ങളെയാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. പല ചേംബറുകളിലാക്കി ഇവയെല്ലാം കറക്റ്റായി അറേഞ്ച് ചെയ്തിട്ടുമുണ്ട്. നല്ല മുഴുത്ത അരാപ്പാമ മത്സ്യങ്ങളാണ് നമ്മുടെ തലയ്ക്ക് മുകളിൽ കൂടെ ഈ നീന്തി കളിക്കുന്നത്. എണ്ണാൻ പറ്റാത്തത്ര വാളക്കൂട്ടങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. നല്ല രസമുണ്ടായിരുന്നു അവയെല്ലാം കൂടെ ഒരുമിച്ച് നിൽക്കുന്നത്. മത്സ്യങ്ങൾക്കൊന്നും ഒരു കുറവുമില്ലായിരുന്നു. ഇഷ്ടം പോലെ കോയിക്കാർപ്പും ഗോൾഡൻ ഫിഷും ഓസ്കാറും കൂടാതെ മെർമെയ്ഡ് വരെ അവിടെ ഉണ്ടായിരുന്നു. അതായിരുന്നു ഇവിടുത്തെ ഹൈലൈറ്റ്. മെർമെയ്ഡിൻ്റെ അടുക്കിലോട്ടുള്ള യാത്രയാണ് അടുത്തത്. നല്ല കളർഫുള്ളായിട്ട് വസ്ത്രവിധാനമൊക്കെ ചെയ്ത് ആരെയോ വെള്ളത്തിൽ കിടത്തിയിരിക്കുകയാണ്. കഷ്ടപ്പെട്ടാണെങ്കിലും അവർ കാണികളെ നല്ല രീതിയിൽ എൻ്റർടൈൻ ചെയ്യുന്നുണ്ട്. കുട്ടികളൊക്കെ അതിശയത്തോടെയാണ് മെർമെയ്ഡിനെ നോക്കി നിൽക്കുന്നത്. ആദ്യമായിട്ടൊരു മെർമെയ്ഡിനെ കാണാൻ പറ്റിയ സന്തോഷത്തിലാണ് പലരും. കുറച്ച് സമയം കുട്ടികളുമായി ചെലവിട്ട് മെർമെയ്ഡ് അവിടെ നീന്തി കളിച്ചു. അവരെ അഭിവാദനം ചെയ്ത് അവർക്ക് ടാറ്റായും ഒക്കെ പറഞ്ഞ് മുകളിലേക്ക് കയറിപ്പോകുന്നത് കണ്ടു.
പുറത്ത് കുട്ടികൾക്കായി അതിവിശാലമായി പല റൈഡുകൾ ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ കുതിര സവാരിയും ഉണ്ടായിരുന്നു. കുതിരയിലൊക്കെ കയറി ഒന്ന് സവാരി നടത്തണേലോ ഫോട്ടോ എടുക്കണേലോ ഒക്കെ സൗകര്യമുണ്ടായിരുന്നു. അങ്ങനെ ഒരു നല്ല വർഷം കൂടി കടന്നു പോയിരിക്കുകയാണ്. എല്ലാവർക്കും പുതുവർഷത്തിൻ്റെ ആശംസകൾ നേരുന്നു.